everyone, welcome back to Learn with GGB. So in the video, we are going to cover chapter 3 of class 8, which is Divano ki Hasti. Okay, so ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കുഞ്ഞ് സമ്മറി തരാം. ഓക്കെ, ഈ ഫുൾ ലെസണിൻ്റെ മെയിൻ ഐഡിയ ആണ് ദാറ്റ് ഇതിൽ പോയറ്റിനെ കുറിച്ച് ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ പോയറ്റ് ഒരു മസ്ത് മോല പേഴ്സണാണ്. മസ്ത് മോല മീൻസ് ദീവാന. ഓക്കെ, മെയിനായിട്ട് പോയിട്ട് പറഞ്ഞേക്കുന്ന ഈസ് ദാറ്റ് പോയിട്ട് ഒരു ദീവാന ആണ്. ദീവാന മീൻസ് മസ്ത് മോല പേഴ്സൺ. ഓക്കെ, സോ ഒരു മസ്ത് മോല പേഴ്സൺ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് ഹാപ്പി. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ മസ്ത് മോല എന്ന് പറയുന്നത്. മീൻസ് ഏത് സിറ്റുവേഷൻ, ടെൻഷൻ ആയാലും ദുഃഖമായാലും ഹാപ്പിനെസ് ആയാലും എന്തായാലും ആ പേഴ്സൺ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. എല്ലാ കണ്ടീഷൻസും ആ പേഴ്സണ് ഈക്വലാണ്. സോ അങ്ങനത്തെ ഒരു പേഴ്സണിനെ കുറിച്ചാണ് പോയറ്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ പോയറ്റും അങ്ങനത്തെ ഒരു പേഴ്സണാണ്. ഹീ ഈസ് വെരി ഫ്രീ മൈൻഡഡ്, ഒത്തിരി ഫ്രീ മൈൻഡഡ് മനുഷ്യനാണ്. ആൻഡ് ഓൾസോ ആ പോയിട്ട് ഒരു സ്ഥലത്ത് മാത്രം സെറ്റിലായി ജീവിക്കത്തില്ല. ആ പോയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത്, പിന്നെ അവിടുന്ന് വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ മെമ്മറീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് എവിടെ പോയാലും സന്തോഷം സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ലോകത്തിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, എക്സ്പെക്റ്റേഷൻസ് ഇതൊന്നും പോയറ്റിനില്ല. ആൻഡ് എല്ലാം ഹാപ്പിനെസ്, സാഡ്നെസ് എല്ലാം പോയറ്റിന് ഒരേപോലാണ്. ഓക്കെ, ജീവിതം ഫുൾ എൻജോയ് ചെയ്തു പോയറ്റ്. ആൻഡ് ഒരു സിമ്പിൾ ലൈഫാണ് പോയറ്റ് ജീവിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞേക്കുന്നത് ഈ പോയമിൽ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോയം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. हम दीवानों की क्या हस्ती है, आज यहाँ कल वहाँ चले, मस्ती का आलम साथ चला, हम धूल उड़ाते जहाँ चले. Okay, in the first line ദീവാന. ഓക്കെ, ഹം ദീവാനു കി ക്യാ ഹസ്തി മീൻസ് ഇതിൽ പോയിട്ട് പറയുക, കവി പറയുക ദാറ്റ് നമ്മളെ പോലത്തെ ദീവാന മീൻസ് ക്രേസി, കെയർ ഫ്രീ ആൾക്കാർ, ഓക്കെ, ഹാപ്പി മൈൻഡഡ് ആൾക്കാർ ആയിട്ടുള്ളവർക്ക് എന്താ ഹസ്തി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹസ്തി? ഹസ്തി മീൻസ് ഈ ലോകത്തെ ഫെയിം, പൊസിഷൻ, റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ നമ്മളെ പോലത്തെ ദീവാന മീൻസ് ക്രേസി, കെയർ ഫ്രീ, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല. ഓക്കെ, ആൻഡ് ഓൾസോ ദിസ് മീൻസ് ദാറ്റ് പോയിട്ട് പറയുക ദാറ്റ് നമ്മളുടെ ജീവിതം ഒരു സെറ്റിൽഡ് ലൈഫല്ല. ഓക്കെ, മീൻസ് ദീവാനാസിൻ്റെ ജീവിതം ഒരു സെറ്റിൽഡ് ലൈഫല്ല. നമുക്ക് ലോകത്തിൻ്റെ ഐഡൻറ്റിറ്റി, പൊസിഷൻ, ഫെയിം ഒന്നും വേണ്ട. ഓക്കെ, നമ്മളൊരു മസ്ത് മോല ആണ്. ലോകം പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ റൂൾസും റെഗുലേഷൻസും വാല്യൂസും ഒന്നും നമുക്ക് ഇല്ല എന്നാണ് പോയിട്ട് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് ലൈൻ ഹേ ആജ് യഹാ കൽ വഹാ ചലേ. ഓക്കെ, ആജ് യഹാ മീൻസ് ഇന്ന് ഇവിടെ ഞങ്ങൾ, ആൻഡ് കൽ വഹാ മീൻസ് നാളെ ഞങ്ങൾ അവിടെ ആയിരിക്കും. മീൻസ് ഇന്നൊരു സ്ഥലത്ത്, നാളെ വേറൊരു സ്ഥലത്തായിരിക്കും നമ്മൾ. ഓക്കെ, സോ പോയിട്ട് പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി മസ്ത് മോല ലൈഫ് ഇവരുടെ. ഓക്കെ, ഇന്നിവിടെ ഒരു സ്ഥലത്ത് ബോറടിച്ച് സ്റ്റേ ചെയ്യില്ല പോയിട്ട് പോലത്തെ ആൾക്കാർ. അവർ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഓക്കെ, ദാറ്റ്സ് ദ ലൈഫ്. മസ്തി കാ ആലം സാത്ത് ചലി. സോ മസ്തി കാ ആലം മീൻസ് പോയിട്ട് പറയുക നമ്മൾ മീൻസ് നമ്മളുടെ മസ്തി അർത്ഥം ഹാപ്പിനെസ്, ഫൺ, മൂഡ് അതൊക്കെ എവിടെ പോയാലും നമ്മുടെ കൂടെ വരും. ഓക്കെ, ആലം സാത്ത് ചലി ആലം മീൻസ് ആ ഫുള്ളൊരു വൈബ് പോയിട്ട് എവിടെ പോയാലും പോയിട്ടിൻ്റെ കൂടെ തന്നെ കാണും, ആ ഹാപ്പിനെസ്സും ഫൺ മൂഡും ഒക്കെ. ഓക്കെ, ഹം ധൂൽ ഉടാത്തെ ജഹാ ചലേ മീൻസ് എവിടെ പോയാലും പോയിട്ടിനെ പോലത്തെ ആൾക്കാർ, ഹാപ്പി മൈൻഡഡ് ആൾക്കാർ എവിടെ പോയാലും അവരുടെ ഒരു ട്രേസ് അവിടെ വിട്ടിട്ട് പോകും. മീൻസ് അവിടുത്തെ ആൾക്കാർ അവരെ പിന്നെയും ഓർക്കും ദാറ്റ് ഇങ്ങനെ ഒരു കെയർ ഫ്രീ ക്രേസി ആളെ ഞങ്ങൾ കണ്ടായിരുന്നെന്ന്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ഈ ഹോൾ പാരൻ്റെ ഹോൾ ഐഡിയ ഇതാണ് ദാറ്റ് ഇതിൽ പോയിട്ട് പറയുന്ന ഇതാണ് ദാറ്റ് പോയിട്ട് ഒരു മസ്ത് മോല പേഴ്സൺ ആണ്. ഓക്കെ, ഞാൻ മസ്ത് മോല പിന്നെയും പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് എക്സാമിൽ നിങ്ങൾക്ക് മസ്ത് മോല എന്ന് എഴുതേണ്ടി വരും. ദാറ്റ്സ് വൈ. ഓക്കെ, സോ പോയിട്ടൊരു മസ്ത് മോല പേഴ്സൺ ആണ്. പോയിട്ടിനെ പോലത്തെ ആൾക്കാർ ഒരു പ്ലേസിൽ സ്റ്റേ ചെയ്യില്ല. ഓക്കെ, അവർ വേറെ പ്ലേസിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഹാപ്പി ആറ്റിറ്റ്യൂഡ് എവിടെ പോയാലും അവരുടെ കൂടെ വരും. ഓക്കെ, സോ അവനൊരു മീൻസ് പോയിട്ടിനെ പോലത്തെ ആൾക്കാർ ഒരു പ്ലേസിൽ പോയി അവിടുന്ന് ഡസ്റ്റ് മീൻസ് ധൂൽ ഉടാത്തെ മീൻസ് ഡസ്റ്റ് എവിടെ പോയാലും ഡസ്റ്റ് സെറ്റിലാവും. അങ്ങനെ തന്നെ പോയിറ്റിൻ്റെ വൈബ്, പോയിറ്റിൻ്റെ ഹാപ്പിനെസ് എല്ലാം ആൾക്കാരുടെ ഹൃദയത്തിൽ അത് നിൽക്കും. അങ്ങനത്തെ ഒരു വൈബാണ് പോയിറ്റിൻ്റെ. ഓക്കെ, ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. आए बनकर उल्लास अभी, आंसू बनकर बह चले अभी, सब कहते ही रह गए अरे, तुम कैसे आए कहाँ चले. ഈ ലൈനിൽ പോയിട്ട് പറയുക ദാറ്റ് ആയി ബൻകർ ഉല്ലാസ് അഭി മീൻസ് ഞങ്ങളിപ്പോൾ വന്നപ്പം ഞങ്ങളുടെ അകത്ത് ഭയങ്കര ഉല്ലാസമായിരുന്നു, മീൻസ് ഹാപ്പിനെസ്, ജോയ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ വന്നപ്പം. ആസു ബൻകർ ബഹ ചലേ അഭി മീൻസ് പിന്നെ അടുത്ത മൂമെൻറ്റിൽ ഞങ്ങൾ ആസു പോലെ ബഹ ചലേ മീൻസ് കണ്ണുനീര് ഇങ്ങനെ ഒഴുകി പോകത്തില്ല, അങ്ങനെ ഞങ്ങൾ കണ്ണുനീര് ഒഴുകി പോകുന്ന പോലെ അങ്ങ് പോയി. ഓക്കെ, സബ് കഹത്തെ ഹി രഹ ഗയെ അരേ മീൻസ് എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ദാറ്റ് തും കേസെ ആയേ കഹാ ചലേ ഇപ്പം നിങ്ങൾ വന്നു പിന്നെ എവിടെ പോയി, അങ്ങനെ എല്ലാവരും നോക്കി സർപ്രൈസ് ആയിട്ട് നിൽക്കുവാന്ന്. ഓക്കെ,
സോ ഈ ഫുൾ പോയത്തിൻ്റെ മീൻസ് ഈ ഫുൾ 4 ലൈൻസിൻ്റെ ഹോൾ പോയിന്റ് ഇതാണ്. ദാറ്റ് ഇതിൽ പോയിട്ട് പറയുക ദാറ്റ് ഞങ്ങളെ പോലത്തെ മസ്ത് മോല ആൾക്കാർ ഒരു സ്ഥലത്ത് ഹാപ്പി ആയിട്ട് ഉല്ലാസം കൊണ്ട് വന്നു. ആൻഡ് ദെൻ അവിടുന്ന് കണ്ണുനീർ ഒഴുകി പോകുന്ന പോലെ, അത് എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല, അതങ്ങ് ഒഴുകിപ്പോകും. അങ്ങനെ തന്നെ പോയിറ്റിനെ പോലത്തെ മസ്ത് മോല ആൾക്കാർ കണ്ണുനീര് പോലെ എവിടെ ഒഴുകി പോകുന്നതെന്ന് ആർക്കും അറിയില്ല. മീൻസ് അവരൊരു ഫ്രീ ബേർഡാണ്. അവരൊരു സ്ഥലത്ത് നിൽക്കത്തില്ല. അവരൊരു സ്ഥലത്ത് വരും, എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും. അവർ ഫ്രീ ബേർഡാണ്. ഫുൾ മസ്തി ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. ആൻഡ് എവിടുന്ന് വന്നു, എവിടെ പോയി, അതൊന്നും ലോകത്തിന് അറിയത്തില്ല. ഓക്കെ, किस और चले यह मत पूछो, चलना है बस इसलिए चले, जग से उसका कुछ लिए चले, जग को अपना कुछ दिए चले. സോ ഇൻ ദിസ് ലൈൻ കിസ് ഓർ ചലെ മീൻസ് ഞാൻ എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലോട്ട് പോവുക എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. യഹ്മത് പൂച്ചോ മീൻസ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. ബിക്കോസ് കവി ഒരു ഫ്രീ ബേർഡാണ്, റൈറ്റ്? കവി ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. കവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കവിക്ക് പോലും അറിയത്തില്ല. ഓക്കെ, സോ എവിടെ അവർക്ക് കവിനെ പോലത്തെ ആൾക്കാർ മീൻസ് ഫ്രീ മൈൻഡഡ്, ദീവാനെ, ഇങ്ങനത്തെ മസ്ത് മോല ആൾക്കാർ എവിടെ മനസ്സ് വരും അവിടെ പോകും. ചലന ഹെ ബസ് ഇസ്ലിയെ ചലെ വിച്ച് മീൻസ് ദാറ്റ് കവി ഒരു മസ്ത് മോല പേഴ്സണാണ്. സോ ഇവരൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യില്ല. ഇവർക്ക് നടന്നുകൊണ്ടിരിക്കണം, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ദ ബ്രെയിൻ ഈസ് ലൈക്ക് ദാറ്റ്. അവർക്ക് സന്തോഷം അതൊക്കെ ചെയ്യുമ്പം. ദാറ്റ്സ് വൈ ചലന ഹെ നടക്കണം, ബസ് ഇസ്ലിയെ ചലെ അതുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ജഗ് സെ ഉസ്കാ കുച്ച് ലിയേ ചലെ. സോ ഈ ലോകത്ത് അവർ ആണ്. സോ എല്ലായിടത്തും പോകുമ്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അവർ നോളേജ് എടുക്കും. ആ നോളേജ് ജഗ് സെ ഉസ്ക, ജഗ് മീൻസ് ഈ ലോകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ നോളേജ് എടുത്തുകൊണ്ടാണ് അവർ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകുന്നത്. ഓക്കെ, ജഗ് കോ അപ്നാ കുച്ച് ദിയേ ചലെ മീൻസ് അവർ എവിടെ പോയാലും അവരിൽ നിന്നും കുറച്ച് നോളേജ് എടുക്കും. ആൻഡ് ദെൻ അവരുടെ നോളേജും അവരുടെ മീൻസ് അതൊക്കെ എടുക്കും. ആൻഡ് ഓൾസോ പോയറ്റിൻ്റെ അകത്ത് പോയറ്റിൻ്റെ ഹാപ്പിനെസ്സും പോയറ്റിൻ്റെ ഗുഡ് വൈബ്സും അതൊക്കെ അവിടുത്തെ ആൾക്കാർക്കും ആ സ്ഥലത്തിനൊക്കെ പോയറ്റും കൊടുക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് പോയിട്ട് അവരിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നോളേജ് എടുക്കും. ആൻഡ് ഓൾസോ പോയറ്റിൻ്റെ ഹാപ്പി വൈബ്സും ഗുഡ്നെസ്സും കൈൻഡ്നെസ്സും അതൊക്കെ ഈ ലോകത്തിനും കൊടുക്കും. ഓക്കെ, दैट्स व्हाट इट मीन्स. नाउ नेक्स्ट इज दो बात कही दो बात सुनी, कुछ हंसे और फिर कुछ रोए, चख कर सुख दुख के घूंटों को हम एक भाव से पिए चले. In this line, दो बात कही means and then दो बात सुनी. Okay, this means that കവി എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരോട് നല്ലപോലെ സംസാരിച്ച് അവരെ നല്ലതായിട്ട് സംസാരിച്ച് അവരോട് നല്ലൊരു ബോണ്ട് ബിൽഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ ദോ ബാത് കഹി മീൻസ് കവി കുറച്ച് പറയും. ദോ ബാത് സുനി മീൻസ് അവർ കുറച്ച് കവിയോട് സംസാരിക്കും, ലൈക്ക് ദാറ്റ്. ഓക്കെ, കുച്ച് ഹസെ ഓർ ഫിർ കുച്ച് റോയ്. സോ സംസാരിക്കുമ്പോൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ആകുമ്പം അവർ അവരുടെ ഹാപ്പി മൂമെൻറ്റ്സും ഷെയർ ചെയ്യും കവിയുടെ കൂടെ. കുച്ച് ഹസെ മീൻസ് ഹാപ്പി മൂമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോൾ അവർ ചിരിക്കും. ഓർ ഫിർ കുച്ച് റോയ് വിച്ച് മീൻസ് ദാറ്റ് അത് കഴിഞ്ഞിട്ട് അവരുടെ സാഡ് മൂമെൻറ്റ്സ്, അവരുടെ സാഡ്നെസ് ഒക്കെ ദുഃഖം കവിയോട് ഷെയർ ചെയ്യും. അപ്പോൾ അവരെന്തോ ഫിർ കുച്ച് റോയ് മീൻസ് അപ്പോൾ അവർ കുറച്ച് കരയും. ഓക്കെ, ചഖ് കർ സുഖ് ദുഃഖ് കെ ഘൂണ്ടോ കോ വിച്ച് മീൻസ് ദാറ്റ് സുഖവും ദുഃഖവും എല്ലാം അവർ ടേസ്റ്റ് ചെയ്തു. വിച്ച് മീൻസ് ദാറ്റ് എല്ലാം അവർ അനുഭവിച്ചു. ഓക്കെ, ആൻഡ് ദെൻ ഹം ഏക് ഭാവ് മീൻസ് അവർ സാഡ്നെസ് ഷെയർ ചെയ്യുമ്പോൾ എന്താവും മീൻസ് നമ്മൾ ആരോടെങ്കിലും നമ്മുടെ ദുഃഖം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഖം ഇച്ചിരി കുറയും. ലൈക്ക് ദാറ്റ് ഓൺലി അവിടുത്തെ ആൾക്കാർ കുറച്ച് ഷെയർ ചെയ്യുമ്പം അവരുടെ ദുഃഖം ഇച്ചിരി കുറയും. ലൈക്ക് ദാറ്റ് ഓൺലി ഹം ഏക് ഭാവ് സെ മീൻസ് ലാസ്റ്റ് ആകുമ്പോൾ എന്താവും ഹാപ്പിനെസ് സാഡ്നെസ് എല്ലാം ഒരുപോലെ ആകും. അങ്ങനെ ആക്കി സേ പിയെ ചലെ മീൻസ് ദാറ്റ് നമ്മൾ ഇത് അനുഭവിച്ചങ്ങ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യത്തില്ല. നൗ നെക്സ്റ്റ് लास्ट 2 पैराग्राफ्स. हम भीख मंगों की दुनिया में स्वच्छंद लुटाकर प्यार चले, हम एक निशानी से ऊर पर ले असफलता का भार चले. सो इन दिस लाइन हम भीख मंगों की दुनिया में स्वच्छंद लुटाकर प्यार चले विच मीन्स दैट ഈ ലോകം എന്തുവാ, ഭീഖ് മംഗോ മീൻസ് ബെഗേഴ്സ്, പിച്ചക്കാർ. ഓക്കെ, മീൻസ് ബെഗേഴ്സ്, പിച്ചക്കാർ. ഓക്കെ, ഹം ഭീഖ് മംഗോ की दुनिया में. സോ കവി പറയുക ദാറ്റ് ഈ വേൾഡിൽ ഫുള്ള് പിച്ചക്കാരുടെ വർക്ക് എന്തുവാ, അവരെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, മറ്റൊരാളിൽ നിന്ന് അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ ഈ ലോകത്തെ മനുഷ്യരും എന്തുവാ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിലും ഗോഡിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഈവൻ നമ്മുടെ പേരൻസിനോട്, ഫ്രണ്ട്സിനോട്, ആരായാലും നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ. ഓക്കെ, സോ അതുകൊണ്ടാണ് കവി എന്തുവാ ഈ ലോകത്തിലെ ആൾക്കാർക്ക് പിച്ചക്കാരെന്നാണ് പേരിട്ടേക്കുന്നത്. ഓക്കെ, സോ ഹം ഭീഖ് മംഗോ की दुनिया में മീൻസ് ഈ ദുനിയ എന്തുവാ ഫുൾ ഓഫ് ഭീഖ് മംഗാൾ മീൻസ് പിച്ചക്കാരുടെ ഈ ലോകത്ത് സ്വച്ഛന്ത ലുട്ടാക്കർ പ്യാർ ചലെ മീൻസ് ഇങ്ങനത്തെ പിച്ചക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലും ഞാൻ എന്തുവാ എൻ്റെ ലവ്, എൻ്റെ പ്യാര്, ഓക്കെ, എൻ്റെ കൈൻഡ്നെസ് അതൊക്കെ ആൾക്കാർക്ക് ഒന്നും ഓർക്കാതെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുത്തുകൊണ്ട് പോകുക. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് നമ്മളിപ്പം ആരെങ്കിലും മീൻസ് നമ്മൾ ആർക്കെങ്കിലും ഒരു സ്നേഹം, പ്യാർ, കൈൻഡ്നെസ് എന്തായാലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യും. ഓക്കെ, ബട്ട്
കവി എന്തുവാ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കവിക്കുള്ള കുഞ്ഞ് സന്തോഷങ്ങളും ഹാപ്പിനെസ്സും ഗുഡ് വൈബ്സും അതൊക്കെ കവി എന്തുവാ മറ്റ് ആൾക്കാർക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ. ഹം ഏക് നിസാനി സി ഊട്ട് പർ മീൻസ് ഇതാണ് മീൻസ് ഈ ലവ് കൊടുക്കുന്നത്, ഹാപ്പിനെസ് കൊടുക്കുന്നത്, ഇതൊക്കെയാണ് കവിക്ക് വേണ്ടി എന്തുവാ ഒരു മാർക്ക്. ഓക്കെ, ഇതൊക്കെ കവിയുടെ ഹൃദയത്തിൽ ഒരു മാർക്ക് അങ്ങ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ആൻഡ് ലേ ഊട്ട് പർ ലേ അസഫലത കാ ഭാർ ചലെ മീൻസ് കവിയുടെ ലൈഫിൽ വിന്നും ചെയ്തിട്ടുണ്ട്, ഫെയിലും ആയിട്ടുണ്ട്. ഓക്കെ, സോ അസഫലത മീൻസ് അൺസക്സസ്ഫുൾനെസ്. സോ കവിയുടെ ലൈഫിലെ അൺസക്സസ്ഫുൾനെസ്സിനൊന്നും കവി വേറൊരാളെ റെസ്പോൺസിബിൾ ആയിട്ട് കാണുന്നില്ല, കവി വേറൊരാളെ കുറ്റം പറയുന്നില്ല. കവി ആ ഫുള്ള് അൺസക്സസ്ഫുൾ, കവിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആരെയും കവി ബ്ലെയിം ചെയ്യുന്നില്ല. ഓക്കെ, ആ ഫുള്ള് വെയിറ്റ് ഓഫ് അൺസക്സസ്ഫുൾനെസ്, ആ ഫുൾ വെയിറ്റ് ഓഫ് എന്ത് മീൻസ് ഫെയിലിയേഴ്സ്, അതൊക്കെ കവി എന്തുവാ കവിയുടെ തന്നെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക. ഓക്കെ, ആ ഒരു വെയിറ്റ് ആർക്കും കവി കൊടുക്കുന്നില്ല. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് നൗ മീൻസ് ഈ പാരയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു കുഞ്ഞ് സമ്മറി ആയിട്ട് പറയാം, അതിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. अब अपना और पराया क्या, आबाद रहे रुकने वाले, हम स्वयं बंधे थे और स्वयं हम अपने बंधन तोड़ चले. Okay, this means that, wait a second, okay. अब अपना क्या पराया क्या, which means that अपना means കവിയുടെ തന്നെ ഓൺ. ഓക്കെ, പരായ ക്യാ മീൻസ് എല്ലാം കവിക്ക് വേണ്ടി ഒന്നും മീൻസ് അപ്ന പരായ. ഹൗ ഡു ഐ എക്സ്പ്ലെയിൻ ഇറ്റ്? വെയിറ്റ് എ സെക്കൻഡ്. യാ, സോ അപ്ന മീൻസ് നമ്മുടെ ഫാമിലി എന്തുവാ, നമ്മുടെ ഓൺ ഫാമിലിയാണ്, റൈറ്റ്? അവരെല്ലാം നമ്മുടെ ഓണാണ്, റൈറ്റ്? ആൻഡ് ദെൻ വെളിയിലത്തെ ഒരാളാണെങ്കിൽ നമുക്ക് എന്തുവാ അവർ നമ്മുടെ ഓൺ അല്ല, റൈറ്റ്? അങ്ങനെ പറയാൻ കവിക്ക് ഒന്നുമില്ല. ഓക്കെ, സോ അപ്ന ക്യാ പരായ ക്യാ. സോ കവി ചോദിക്കുക എൻ്റെ എന്ന് പറയാൻ ഇനി എന്തുവാ ഉള്ളത്, എൻ്റെ അല്ലെന്ന് പറയാനും ഇനി എന്തുവാ ഉള്ളതെന്ന്. ആബാദ് രഹേ റുക്നെ വാലെ മീൻസ് ആബാദ് രഹേ റുക്നെ വാലി മീൻസ് കവി പറയുക ദാറ്റ് റുക്നെ വാലി മീൻസ് അവരുടെ മീൻസ് നമുക്കെല്ലാം ഒരു എയിം ഉണ്ട്. ഓക്കെ, ആ എയിമിൽ ചെന്ന് എത്തിയ ആൾക്കാർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊരു ആശീർവാദമായിട്ട് കവി പറയുക. ഹം സ്വയം ബന്ധേ ഥേ और स्वयं हम अपने बंधन तोड़ चले. സ്വയം ബന്ധേ ഥേ മീൻസ് ദാറ്റ് ഈ ലോകത്തെ റെസ്പോൺസിബിലിറ്റീസും ഗോൾസ് ചെയ്യാനുള്ള ആ ഒരു റണ്ണും അതിലൊക്കെ റൂൾസും റെഗുലേഷൻസും ഡ്രീംസും അതിലൊക്കെ കവി തന്നെയായിരുന്നു കെട്ടിക്കിടന്നത്. ഇപ്പോൾ ആ കെട്ട് പൊട്ടി. ഓർ സ്വയം ഹം അപ്നി ബന്ധൻ തോട് ചലെ മീൻസ് ഈ ബന്ധനങ്ങളെല്ലാം കവി തന്നെ പൊട്ടിച്ച് മുമ്പോട്ട് പോയി. മീൻസ് കവി ഇപ്പോൾ ഫ്രീ ആണ്. കവിയുടെ ലൈഫ് കവിയുടെ റൂൾസും റെഗുലേഷൻസും ആയിട്ടാണ് ജീവിക്കുന്നത്. ആരുടെയും റൂൾസും റെഗുലേഷൻസും ഒന്നും കവിക്കിനിയും വേണ്ട. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ ഇനിയും ഈ 2 പാരാസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ കവി പറയുന്ന ഇതാണ് ദാറ്റ് ഈ ലോകം എന്തുവാ, ഈ ലോകം പിച്ചക്കാരുടെ ഒരു ലോകമാണ്. അതെന്താ പിച്ചക്കാരുടെ ലോകം? ബിക്കോസ് ഈ ലോകത്ത് ആരുടെയും അടുത്ത് കൈൻഡ്നെസ്സും ലവും ഒന്നുമില്ല, വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി സ്നേഹവും അതൊന്നുമില്ല. അതുകൊണ്ട് എന്തുവാ ഈ ലോകം പിച്ചക്കാർ ആണ്, ഈ ലോകത്ത് ഫുള്ള്. ഓക്കെ, ബട്ട് കവി എന്തുവാ, കവി എവിടെ പോയാലും ഫുൾ ലോകത്ത് എവിടെ പോയാലും കവി എന്തുവാ കവിയുടെ അകത്തുള്ള സ്നേഹവും കൈൻഡ്നെസ്സും ഹാപ്പിനെസ്സും അതൊക്കെ എല്ലാവർക്കും കൊടുക്കും. ബിക്കോസ് കവിക്ക് സ്വന്തമായിട്ട് പറയാൻ ഒന്നുമില്ല. എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും എല്ലാ സാധനവും എല്ലാം കവിയുടെ സ്വന്തമാണ്. ഓക്കെ, കവിക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല ദാറ്റ് ഞാൻ എൻ്റെ സ്വന്തക്കാർക്ക് മാത്രമേ സ്നേഹം കൊടുക്കത്തുള്ളൂ, ഹാപ്പിനെസ് കൊടുക്കത്തുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല കവിക്കിനി. ഓക്കെ, പക്ഷേ ഇത്രയും സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനായിട്ടും കവി ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയില്ല, ഈ ലോകത്തൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയില്ല. അതിൻ്റെ ഒരു ദുഃഖമേ കവിക്കുള്ളൂ. ആൻഡ് ആ ദുഃഖം കവിയുടെ ഹൃദയത്തിൽ മാർക്കായിട്ട് ഇരിക്കുവാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് കവിക്ക് ഈ ലോകത്ത് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല. എല്ലാവരും കവിയുടെ സ്വന്തമാണെന്ന് കവി ഓർക്കുന്നത്. ഓക്കെ, സോ സോ ഇപ്പം ഇനി ഈ ലോകത്തെ റൂൾസും റെഗുലേഷൻസും ഒന്നും കവിക്കില്ല. ഇനി കവിയുടേതായ ഒരു റൂൾസും റെഗുലേഷൻസുമായിട്ടുള്ള ജീവിതമായിരിക്കും കവി ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി ഈസി പോയം. കുറച്ച് നിങ്ങളൊന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ പോയിറ്റിൻ്റെ പേര് ഓർത്ത് വെക്കണം, ഭഗവതി ചരൺ വർമ്മ. ഓക്കെ, ഇത് എക്സാമിൽ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് പോയം. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ ആസ്ക് മീ below on the comment section, and also don't forget to like, share and subscribe to my channel. Thank you so much.